ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ S21 Ultra 5G ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു അൾട്രാ ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. സാംസങ്ങിൻ്റെ ഇതുവരെയുള്ള മോഡൽസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോസസ്സറും ഏറ്റവും ഹൈ റെസൊല്യൂഷനുള്ള ക്യാമറയാണ് ഇതിൽ. അതുപോലെ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതുവരെയുള്ള സാംസങ് ഫോണിനേക്കാളും സുപ്പീരിയർ ആണ്. ഇത്രയും ഫീച്ചേഴ്സൊക്കെ തരുമ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും എന്ന് നമുക്കറിയാം. ഇതിൻ്റെ MRP 1,29,000 ആണ്. പിന്നെ ഇതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സാംസങ്ങിൻ്റെ ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോക്സ് S21 Ultrയുടെ ബോക്സ് ഒട്ടും ബൾക്കിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ബോക്സിൽ ആകെ കൂടി ഉള്ളത് ഫോണും കേബിളും ഇഞ്ചക്ഷൻ പിന്നും പിന്നെ മാനുവലും മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ S21 Ultra 5G അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് കളേഴ്സിലാണ് S21 Ultra 5G വരുന്നത്. ഒന്ന് ഫാൻറ്റം ബ്ലാക്ക്, ഒന്ന് ഫാൻറ്റം സിൽവർ. ഇത് ഫാൻറ്റം ബ്ലാക്ക് ആണ്. ഫാൻറ്റം ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു പോഷ് ലുക്കാണ് ബ്ലാക്ക് കളറിന്. നല്ലൊരു ക്ലാസി ലുക്കാണ് ഇതിന്. അതുപോലെ ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ഒട്ടും ബൾക്കിയായിട്ട് തോന്നില്ല. 227 ഗ്രാം വെയിറ്റ് ഉണ്ട്, പക്ഷേ കയ്യിൽ പിടിക്കുമ്പോൾ അത് ഒട്ടും തോന്നില്ല. പിന്നെ ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള 4 ക്യാമറാസ് തന്നെയാണ്. ഇത് മാനുഫാക്ചർഡ് ഇൻ വിയറ്റ്നാം ആണ്. ഫോണിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ക്യാമറ ഫോണിൻ്റെ ബോഡി ആയിട്ട് മേർജ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ബാക്കിൽ ഒരു ക്യാമറ ബംപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബാക്ക് കേസ് ഒന്നും ഇല്ലാതെ ഫോൺ ഒട്ടും ബൾക്കി ആയിട്ട് തോന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡിസൈൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. വിട്ട് കുറവായിട്ടും നല്ല നീളം കൂടിയ മോഡലിലെ ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹാൻഡി ആയിട്ട് തോന്നും. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 5000 mAh ബാറ്ററിയാണ്. S Pen ഇല്ലെങ്കിൽ പോലും ഫോണിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഹൈലൈറ്റ് ആണത്. നമുക്ക് S Pen വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. സാംസങ്ങിൻ്റെ നോട്ട് സീരീസിലല്ലാതെ S Pen ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ കൂടിയാണിത്. S Pen കൂടി വെക്കാൻ പറ്റിയൊരു ബാക്ക് കേസ് കമ്പനി അധികം വൈകാതെ ഇറക്കും എന്നാണ് പറയുന്നത്. സാംസങ്ങിൻ്റെ ഇതുവരെയുള്ള മോഡൽസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫോണാണിത്. അത് തന്നെയാണ് മറ്റൊരു ഹൈലൈറ്റ്. സാധാരണ നോട്ട് സീരീസിലെ ഫോൺസാണ് സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആയിട്ട് പറയാറ്. പക്ഷേ ഇത് ഇവരുടെ അൾട്ടിമേറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടാണ് സാംസങ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോൺ മാനുവലാണ് ഇതിലുള്ളത്. അതിൻ്റെ ഗൈഡും അതുപോലെ തന്നെ വാറണ്ടി കാർഡൊക്കെയാണ്. പിന്നെ ഉള്ളത് Type-C കേബിളാണ്. സാംസങ് ഈ മോഡൽ മുതൽ ചാർജർ കൂടെ തരുന്നില്ല. പിന്നെ ഉള്ളത് ഒരു ഇജക്ഷൻ പിന്നാണ്. അതുകൊണ്ട് നമ്മൾ ചാർജർ സെപ്പറേറ്റ് വാങ്ങിക്കണം. അല്ലെങ്കിൽ മുമ്പുള്ള സാംസങ് മോഡൽസിൻ്റെ ഏതെങ്കിലും ചാർജേഴ്സ് യൂസ് ചെയ്താൽ ഇതിന് ഫാസ്റ്റ് ചാർജിങ് കിട്ടും. പിന്നെ 25 വാട്ട്സിൻ്റെ 25 വാട്ട്സ് അഡാപ്റ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും. അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ ബോക്സിലുള്ളത്. ഫോണിൻ്റെ ലുക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഈ കളറും അതുപോലെ തന്നെ ഈ മോഡലിൻ്റെ ഈ ഡിസൈനും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും ഒരു പോഷ് പ്രീമിയം ഫീല് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറാസിനെ പറ്റി പറയുവാണെങ്കിൽ 4 ക്യാമറാസാണ് ഉള്ളത്. പിന്നെ ഒരു ലേസർ സെൻസർ ഉണ്ട് ഫോക്കസിങ്ങിനും ഇമേജ് സ്റ്റെബിലൈസേഷനും വേണ്ടിയിട്ട്. പിന്നെ ഫ്ലാഷും ഉണ്ട്. ഏത് ഇരുട്ടത്തും നല്ല ക്ലാരിറ്റിയിൽ പിക്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഫ്ലാഷ് ലൈറ്റാണ് ഇതിനുള്ളത്. 8K വീഡിയോ റെക്കോർഡിംഗ് ആണ് മറ്റൊരു ഹൈലൈറ്റ്. ഒരു ആവറേജ് DSLRലാണെങ്കിൽ പോലും 4K ആണ് നോർമലി കിട്ടുന്നത്. പ്രൈമറി ക്യാം എന്ന് പറയുന്നത് 108 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ആണ്. പിന്നെ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. പിന്നെ വരുന്നത് 10x-ഉം 3x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലി ലെൻസുകളാണ്. പിന്നെ ലേസർ സെൻസറും. പിന്നെ ഇതിന് ഹൈ റെസൊല്യൂഷനായിട്ട് 40 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് സ്പീക്കർ ഗ്രിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്. പിന്നെ സിം ട്രേ വരുന്നത് 2 നാനോ സിം ഇടാനുള്ള ട്രേ ആണ്. 2 5G കമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ മൈക്കും ഉണ്ട്. പിന്നെ സാംസങ് മറ്റൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മോഡലിൽ SD കാർഡ് സ്ലോട്ട് ഇല്ല. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വോളിയൂം കീസ് ഉണ്ട്. പിന്നെ പവർ ബട്ടണും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കീസ് ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ട് 2 മൈക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് OS ആൻഡ്രോയിഡ് 11 ആണ് ഇതിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സാംസങ് Exynos 2100 പ്രോസസ്സറാണ്. അതിൽ ഹൈ 2.9 GHz CPU സ്പീഡാണ്. Exynos 2100 പ്രോസസ്സർ ഹൈ ഗ്രാഫിക് ഗെയിംസിനൊക്കെ നന്നായിട്ട് നല്ല പെർഫോമൻസ് തരും. SD കാർഡ് ഇല്ലാത്ത കാരണം മിനിമം 256 GB സ്റ്റോറേജ് തരുന്നുണ്ട്. അതുപോലെ 12 GB റാം ആണ് ഇതിൽ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. ടഫസ്റ്റ് ഗൊറില്ല ഗ്ലാസ് ആണത്. അതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള വീഴ്ചയ്ക്കൊന്നും ഒരു ഡാമേജ് ഉണ്ടാവാൻ വഴിയില്ല. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് അങ്ങനെ കൈൻ്റെ പാട് അതൊന്നും അങ്ങനെ അധികം പെട്ടെന്ന് വീഴില്ല. അതിൽ ബാക്കിൽ നമുക്ക് ഫൈബർ പോലെ തോന്നുന്നുണ്ടെങ്കിലും അതും ഫ്രോസ്റ്റഡ് ഗ്ലാസ് തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ച് മാക്സിമം ഡിസ്പ്ലേ സൈസ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാം വരെ പഞ്ച് ഹോളിലാണ് വരുന്നത്. 1440 × 3220 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സൺലൈറ്റിൽ പോലും സ്ക്രീനിൻ്റെ വിസിബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാവില്ല. അഡാപ്റ്റീവ് ഡിസ്പ്ലേ പോലെ തന്നെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും ആണ്. ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസിയിലാണ് റിഫ്രഷ് റേറ്റ് നടക്കുന്നത്. പക്ഷേ ഐഡിലായിട്ടിരിക്കുന്ന ടൈമിലും ഓട്ടോമാറ്റിക്കായിട്ട് ലോ ഫ്രീക്വൻസിയിലായിരിക്കും റിഫ്രഷ് റേറ്റ്. ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് 108 മെഗാപിക്സലിലാണെങ്കിൽ നമുക്ക് 6x വരെ സൂം കിട്ടും. അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് ഡിജിറ്റലി സൂം 100x വരെ കിട്ടും. ഒരു 30x വരെ നമുക്ക് ഒരുവിധം നല്ല ക്ലാരിറ്റിയിൽ ക്രോപ്പ് ചെയ്താലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് പിക്ചേഴ്സ് കിട്ടും. പിന്നെ വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹൈ എൻഡ് പ്രൊഫഷണൽ ക്യാമറാസിലൊക്കെ കിട്ടുന്ന പോലത്തെ 8K വീഡിയോ റെക്കോർഡിംഗ് ഇതിലുണ്ട്. ക്യാമറയുടെ മറ്റ് ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ സാംസങ്ങിൽ ലൈവ് ഫോക്കസ് ഉണ്ടായിരുന്നത് അതിപ്പോൾ പോർട്രേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പോർട്രേറ്റ് ഫോട്ടോ മോഡ് മാത്രമല്ല, പോർട്രേറ്റ് വീഡിയോ മോഡും പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പുതിയ ക്യാമറ അപ്ഡേറ്റ് ആണ് ഡയറക്ടേഴ്സ് വ്യൂ. വീഡിയോ മോഡിൽ നമുക്ക് പിക്ചർ ഇൻ പിക്ചറായിട്ട് സെൽഫി മോഡും കിട്ടും. അതുപോലെ തന്നെ 3 ഫോക്കസിലുള്ള വീഡിയോയും കിട്ടും. പിന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എക്സെപ്ഷനിലാണ്. കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ നമുക്ക് പെർഫെക്റ്റ് ഇമേജ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ പല മോഡിലുള്ള ഫോട്ടോയും വീഡിയോയും ഒറ്റ ക്ലിക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാനായിട്ടുള്ള സിംഗിൾ ടേക്ക് മോഡും വളരെ നല്ല ഓപ്ഷനാണ്. പിന്നെ അതുപോലെ ചാർജിങ്ങിൻ്റെ കേസിൽ 25 വാട്ട്സിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കിട്ടും. 1700 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. സാധാരണ സാംസങ്ങിൻ്റെ ഫാസ്റ്റ് ചാർജേഴ്സ് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജേഴ്സൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിലും ഫാസ്റ്റ് ചാർജിങ് കിട്ടും. പക്ഷേ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ചാർജിങ് സ്പീഡിലാവുന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ടൈപ്പ് C പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമൽ ഹെഡ്ഫോൺസ് ഒക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹെഡ്ഫോൺ ജാക്ക് കൂടി വേണം. 700 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഉള്ളത്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സെൻസിങ് ആണ്. അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നീഷനും നേരത്തെക്കാളും ഒത്തിരി സ്പീഡായിട്ടുണ്ട്. സാംസങ് S21 Ultrയുടെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. കാരണം അത്ര ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ലൊരു DSLRൽ കിട്ടുന്ന പിക്ചർ ക്വാളിറ്റിയും അതിനേക്കാളും മുകളിൽ 8K വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. അതുമാത്രമല്ല 108 മെഗാപിക്സൽ ക്യാമറ നമ്മൾ മറ്റ് പല ഫോൺസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സാംസങ്ങിൻ്റെ ആകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ശരിക്കും ഒന്ന് വേറെ തന്നെയായിരിക്കും. എന്തായാലും ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു മൊബൈൽ ക്യാമറ ആണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 108 മെഗാപിക്സലിൽ എടുക്കുമ്പോൾ മിനിമം ഒരു 20 MB ആണ് ഇതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. അതായത് നമുക്കൊരു DSLRൽ കിട്ടുന്ന ഏകദേശം ആ റെസൊല്യൂഷനിലാണ് നമുക്ക് ഇതിൻ്റെ പിക്ചേഴ്സ് കിട്ടുന്നത്. എന്തായാലും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.